LDF യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവാദമായ പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവും. അനുമതി നൽകിയതിൽ പാർട്ടിക്കുള്ള എതിർപ്പിൽ ഉറച്ചു നിൽക്കാനാണ് CPI നിർവാഹക സമിതി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. സൂര്യഗായത്രി ചേരുന്നു. ഇപ്പോൾ LDF യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതൊക്കെ വിഷയങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതടക്കം ചർച്ചയാവാൻ സാധ്യതയുണ്ട്? LDF യോഗം MN സ്മാരകത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് LDF യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ സർക്കാരിന്റെ പോലെ അതുപോലെ തന്നെ CPIMന്റെ നയമാറ്റങ്ങളിൽ വലിയ വിയോജിപ്പ് വിഷയങ്ങളിൽ മേൽ ഘടകകക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ബ്രൂവറി വിഷയം, മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതും അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാല ബില്ല്, കൂടാതെ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുന്നത്, ഈ 3 വിഷയങ്ങളിലാണ് ഒരു നിലപാട് CPIMന്റെ ഭാഗത്ത് നിന്ന് LDF യോഗത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ ഘടകകക്ഷികൾ ഓരോന്നായിട്ട് വിയോജിപ്പ് അറിയിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPI അതിലൊരു രാഷ്ട്രീയ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. CPI വലിയ രീതിയിലുള്ള വിയോജിപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത LDF യോഗം ചേരുന്ന സമയത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ അത് മുന്നണിക്കകത്ത് അറിയിക്കണമെന്നുള്ള ഒരു തീരുമാനം കൂടി CPI എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചേരുന്ന LDF യോഗത്തിൽ തങ്ങളുടെ നിലപാട് അത് CPI അറിയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, RJD ആണ് ഉടനടി തന്നെ ഇത്തരത്തിലൊരു LDF യോഗം വിളിച്ചു ചേർക്കണമെന്ന് രേഖാമൂലം മുന്നണിക്കകത്തൊരു കത്ത് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ബ്രൂവറി വിഷയത്തിൽ മാത്രമല്ല, എന്തുകൊണ്ട് പുതിയ മദ്യനയം മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി RJD മുന്നോട്ട് വെച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ LDF യോഗത്തിൽ RJDയും തങ്ങളുടെ വ്യക്തമായിട്ടുള്ള വിയോജിപ്പ് ബ്രൂവറി വിഷയത്തിലും പുതിയ മദ്യനയം വിഷയത്തിലും അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ JDS ഉൾപ്പെടെയുള്ളവരും അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ NCP എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. NCP പാർട്ടിക്ക് അകത്ത് തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായതും അത് മുന്നണിയിൽ തന്നെ ആകെ നാണക്കേടുണ്ടാക്കിയതുമായിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സർക്കാരിനും CPIMനും അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും NCP നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, സ്വകാര്യ സർവകലാശാല ബില്ലാണ്. സ്വകാര്യ സർവകലാശാല ബില്ലിൽ CPI ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPIയുടെ തന്നെ മന്ത്രിയായ കൃഷി വകുപ്പ് മന്ത്രി കൃഷിവകുപ്പ് മന്ത്രി അത്തരത്തിലുള്ള P പ്രസാദ് അത്തരത്തിലുള്ള ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാർഷിക കോളേജുകൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ളൊരു ബില്ല് പാസ്സായി വരുന്ന സമയത്ത് പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വരില്ലേ, അതൊന്നുകൂടി പുനഃപരിശോധിക്കണം, കൃത്യമായിട്ടൊരു വിലയിരുത്തൽ കാര്യത്തിൽ വേണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3-ാം തീയതി നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നതിന് മുന്നേ LDF യോഗത്തിൽ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇന്നിപ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊന്ന്, കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുന്ന വിഷയത്തിലും മുന്നണിക്കുള്ളിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലും ഈ LDF യോഗത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രൂവറി വിഷയത്തിൽ ഉൾപ്പെടെ ഘടകകക്ഷികൾ അവരുടെ എതിർപ്പ് അറിയിക്കുമ്പോൾ എന്ത് നിലപാടാണ് അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് CPIM സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വലിയ എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ LDF യോഗത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണ ചേരുന്ന LDF യോഗത്തിൽ അത്തരത്തിലുള്ള വലിയ വിയോജിപ്പ് ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഘടകകക്ഷികൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ തന്നെ എന്ത് മറുപടി CPIM നൽകുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. അതുപോലെ തന്നെ മുന്നണി തീരുമാനങ്ങൾ അത് ചില വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും CPIMന്റെയും മാത്രം നിലപാടെടുക്കൽ ആയിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രത്യേകിച്ച് CPI വിമർശനം അല്ലെങ്കിൽ CPI വിയോജിപ്പ് നൽകുന്നതിനുൾപ്പെടെ എന്ത് മറുപടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ തന്നെ എന്ത് തീരുമാനം LDF യോഗം കൈക്കൊള്ളുമെന്നതും ഏറെ നിർണായകമാണ്. യോഗം ഇപ്പോഴും MN സ്മാരകത്തിൽ പുരോഗമിക്കുന്നു. CPIയുടെ ഓഫീസിൽ ചേരുന്ന യോഗം എന്ന പ്രത്യേകതയും ഇത്തവണത്തെ LDF യോഗത്തിനുണ്ട്. അത് CPIയുടെ ഒരു നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ MN സ്മാരകത്തിൽ വെച്ച് LDF യോഗം ചേരുന്നത്. CPIക്കും CPIMനും ഉൾപ്പെടെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന യോഗമാണ് MN സ്മാരകത്തിൽ വെച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്ന് LDF യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയത്.